ഞാൻ ഒരു വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ല. എനിക്ക് രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളിൽ ഒരു മോളെ എല്ലാവരുടെയും സഹായത്തോടെ അയച്ച് എനിക്ക് രണ്ടാമതൊരു മോളുണ്ട്. അവളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഞാൻ പല പ്രാവശ്യം പലരോടെയും സ്പോൺസർ ചെയ്താണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു പള്ളിയിലച്ഛൻ എൻ്റെ മോളെ ഡിഗ്രി 3rd ഇയർ പഠിക്കാൻ ടെസ്റ്റ് വാങ്ങിക്കുന്ന നിവർത്തിയില്ലാതെ വന്നപ്പം ഞാൻ ഒരു പള്ളിയിലച്ഛനെ അഭയം പ്രാപിച്ച് അച്ഛൻ എനിക്ക് കാശിട്ട് വന്ന് ഞാൻ തിങ്കളാഴ്ച പോയി എൻ്റെ കൊച്ചിന് ഡിഗ്രിയുടെ ടെസ്റ്റ് വാങ്ങിച്ച് ഗൈഡ് വാങ്ങിച്ച്. ചില സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണ്. 5 ലക്ഷം രൂപ എൻ്റെ മൂത്ത മോളെ അയച്ചാൽ കടമുണ്ട്. എനിക്ക് കടം നികത്താൻ നിവർത്തിയില്ല. ഒരുപാട് കടമുണ്ട്. വീട്ടിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം. അപ്പോൾ എൻ്റെ മക്കളെങ്കിലും പഠിപ്പിച്ച് എനിക്കൊരു നിലയിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരത്തിന് വന്ന് ഞാൻ മാക്സിമം സഹകരിക്കുന്നത്. ചേച്ചി നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായാലും ഈ ചൂടത്ത് എങ്ങനെ ചേച്ചി ഇതൊക്കെ സാധിക്കണം? എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. നമ്മളെന്ത് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടാണ് നമ്മളിവിടെ നിന്നിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും നേടുക, ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കൃത്യസമയത്തിന് ശമ്പളം കിട്ടുക, പെൻഷൻ പറ്റണവർക്ക് കൃത്യമായി 5 ലക്ഷം രൂപ കൊടുക്കുക, മാസം പെൻഷൻ തരിക. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമ്മൾ എന്തിന് ഇത്രയും കാലം 10-30 വർഷം കൊണ്ട് ഈ ഫീൽഡ് MSS മുതൽ ഇറങ്ങി നടക്കണവരാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇത് നിർത്തണ പ്രശ്നമേ ഇല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് പിന്തിരിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സ്ത്രീകളായതുകൊണ്ട് അതിനൊരു ഇത് പോരാന്ന് തോന്നിയിട്ടുണ്ടോ? അത് പരിഗണിക്കുന്നതിൽ അതല്ല, നിങ്ങളുടെ സമരത്തിന് ശക്തിയുണ്ട്, പക്ഷെ ഈ കാര്യങ്ങൾ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് മാത്രം അത് അങ്ങനെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്ത്രീകളല്ലേ, കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും, അവരങ്ങ് തളർന്ന വെയിലും കൊണ്ട് അങ്ങ് പോകുന്നതാണ് അവരെ മനസ്സിലെ ഉദ്ദേശം. അത് വെറുതെ ഞങ്ങൾ മരണം വരെ ഇത് എന്തെങ്കിലും കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. ഞങ്ങൾക്കൊപ്പം ഈ ജനങ്ങളും ഈ നാട്ടുകാരും മൊത്തം ഞങ്ങൾക്കൊപ്പം ഉണ്ട്. പാവങ്ങളായാലും അല്ലാത്തവരായാലും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുള്ളൂ. അതാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ തന്നെ പറയാനുണ്ടോ ചേച്ചി? എൻ്റെ പേര് റോസി, ഞാൻ കോത്തൂർ FHSലെ ആശാ വർക്കറാണ്. അവരതേപോലെ പറയുന്നുണ്ടല്ലോ, ഓണറെ റിലീസ് 2 മാസത്തെ ഓണറെ, ഞങ്ങൾക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അവർ ഞങ്ങളുടെ കുടിശ്ശികയാണ് റിലീസ് ചെയ്യുന്നത്. അത് വലിയ കാര്യമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ഞങ്ങൾക്കുള്ള പൈസ മാസം അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു 13,200 രൂപ ഒരു ആശയ്ക്ക് കിട്ടുന്നതെന്ന്. ഏത് വകുപ്പിലാണ് കിട്ടുന്നത്? അങ്ങനെ അത് തരട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണറേറിയം തരുന്ന ഒരു PDF ഉണ്ടല്ലോ, അതിൽ കാണിക്കട്ടെ ഏത് ആശയാണ് 13,200 രൂപ വാങ്ങിയതെന്ന്. അപ്പോഴില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഞങ്ങൾ 7,000 എന്ന് പറഞ്ഞപ്പോൾ അവർ 13,200. ഇനി ഞങ്ങൾക്ക് തരട്ടെ 13,200 രൂപ. ഏത് വകുപ്പിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്? അത് തെറ്റാതാണ്. അതുകൊണ്ട് ഞങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവിട്ടിരിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് എന്താ ഓർമ്മയില്ലേ, ബോധമില്ലേ ഞങ്ങളെ കുത്തിപ്പൊക്കി ഇവിടെ കൊണ്ടുവിടാനേ? അപ്പം ഞങ്ങൾ അത്രയ്ക്ക് ബോധമില്ലാത്തവരോ? സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തും പറയാമെന്ന് ആരും വിചാരിക്കണ്ട. ചോദ്യം കൂടെ ചോദിക്കട്ടെ ചേച്ചി, അതിനിടയ്ക്ക് പറഞ്ഞൊരു പ്രസ്താവന, എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രി അത് പറഞ്ഞത്, വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഞങ്ങളുണ്ടായിരുന്നു, ഞാനും കൂടെ പോയിരുന്നു ആ സമയത്ത്. അവർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരള എന്ന് പറഞ്ഞു. ഈ 7,000 രൂപ ഓണറേറിയം ഏറ്റവും കൂടുതലാണോ? ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 750 കുറയാതെ കൂലി കിട്ടുന്നുണ്ട്. ഞങ്ങൾ രാപ്പകലില്ലാതെ പണി ചെയ്യുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന 233 രൂപ ഒരു ദിവസം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്?